ഇന്ത്യ പാകിസ്ഥാനിലെ സാധാരണക്കാരെ ആക്രമിച്ചോ എന്നാണ് തിരിച്ചടിക്ക് പിന്നാലെ ഉയർന്നു വന്നൊരു ചോദ്യം. പാകിസ്ഥാനിൽ നിന്നും വന്ന ഭീകരർ ഇന്ത്യയിലെ സാധാരണക്കാരെ കൊന്നതുപോലെ ഇന്ത്യയും അത് ചെയ്തോ എന്നായിരുന്നു സംശയം. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആക്രമണത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരികയാണ്. ഇന്ത്യ ആക്രമിച്ച 9 കേന്ദ്രങ്ങളും നിരോധിത സംഘടനകളുടെ താവളങ്ങളാണെന്ന് ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ അംഗീകരിക്കുന്നു. സൈന്യം നടത്തിയ ആക്രമണത്തിന്റെ കൃത്യതയും എല്ലാ സന്ദേശത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ത്യ ആക്രമിച്ച ആ 9 കേന്ദ്രങ്ങളുടെയും ദുരൂഹതകളിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. മുരുട്കയിലെ മർക്കസ് തൈബയാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന ഏറ്റവും പ്രധാന മന്ദിരം. അതിർത്തിയിൽ നിന്ന് 25 കിലോമീറ്റർ മാത്രം അകലെ പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് ഹാഫിസ് സയ്യിദിന്റെ ഈ ആസ്ഥാന മന്ദിരം. ലഷ്കർ തൈബയുടെ കളിത്തൊട്ടിൽ എന്നാണ് ഈ 200 ഏക്കർ സ്ഥലത്തെ ക്യാമ്പസ് അറിയപ്പെടുന്നത് തന്നെ. 2008 മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ആസൂത്രണം ചെയ്ത് പരിശീലനം നൽകി നടപ്പാക്കിയ ഇടം. ഉസാമ ബിൻ ലാദൻ നേരിട്ടു നൽകിയ 1 കോടി പാകിസ്ഥാനി രൂപ കൊണ്ട് പണിതുയർത്തിയ ആ മന്ദിരമാണ് ഇന്ത്യ തകർത്തെറിഞ്ഞ ഒന്നാമത്തേത്. തകർന്നു വീണതിൽ ഹാഫിസ് സയ്യിദിന്റെ വാസസ്ഥലവും ഉണ്ടായിരുന്നു. മുസാഫറാബാദിലെ സവായി നാല ക്യാമ്പ് ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങളിൽ ഒന്നാണിത്. നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം അകലെ പാക് അധീന കശ്മീരിലാണ്. പെഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്തവർക്ക് പുറമെ സോൻമാർഗിലെയും ഗുൽമാർഗിലെയും ആക്രമണങ്ങളിൽ പങ്കെടുത്തവരെയും പരിശീലിപ്പിച്ചത് ഇവിടെ തന്നെ. 2000 മുതലാണ് ഈ ക്യാമ്പ് സൈന്യത്തിന്റെ റഡാറിലേക്ക് എത്തിയത്. ഭീകരർക്ക് സായുധ പരിശീലനം നൽകുന്ന ഈ കെട്ടിടം 1990 മുതൽ പ്രവർത്തിക്കുന്നുമുണ്ടെന്നാണ് സൈന്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നാലെ കുറച്ചുകാലം ഇത് അടച്ചിട്ടെങ്കിലും വീണ്ടും തുറക്കുകയായിരുന്നു. മുസാഫറാബാദിലെ സയ്യിദ് ബിലാൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന പരിശീലന കേന്ദ്രമാണ്. പാക് അധീന കശ്മീരിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചത് ഇവിടെയാണ്. 1995 നും 2000 ഇടയിൽ തുറന്നതാകാം ഈ ക്യാമ്പ് എന്നാണ് സൈന്യം ഇപ്പോൾ അനുമാനിക്കുന്നത്. ബർനാലയിലെ ക്യാമ്പിൽ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും മാറി മാറി പ്രവർത്തിച്ചിട്ടുണ്ട്. ഭീകരരുടെ പൊതു കേന്ദ്രമായാണ് ഇത് അറിയപ്പെടുന്നത്. പാക് അധീന കശ്മീരിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്രധാന കേന്ദ്രവുമാണിത്. കൊട്ലിയിലെ അബ്ബാസ് ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പാകിസ്ഥാൻ പട്ടാള ക്യാമ്പിനോട് ചേർന്നതാണ് എന്നതാണ്. സൈന്യത്തിന്റെ അറിവോടെ തന്നെ ഭീകരർക്കും പരിശീലനം നൽകുന്ന കേന്ദ്രമാണിത്. നിയന്ത്രണ രേഖയിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രം അകലെയാണ് 1990 മുതൽ നിലവിലുള്ള ഈ അബ്ബാസ് ക്യാമ്പ്. 2001 ജമ്മു കാശ്മീർ നിയമസഭാ മന്ദിരത്തിലെ ആക്രമണത്തിനും ഉറിയിലെ 2016 ആക്രമണത്തിനും ഭീകരരെ പരിശീലിപ്പിച്ചതും ഇവിടെയാണ്. പാക് അധീന കശ്മീരിനപ്പുറത്തേക്ക് ഇന്ത്യ പോയത് തന്നെ ലോകത്തിന് അമ്പരപ്പായിരുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് സിയാൽകോട്ട് മെഹ്മോന ജോയ ക്യാമ്പ്. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരർക്ക് ജമ്മു മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഇടത്താവളമായാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ആയുധ പരിശീലനത്തിനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഈ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പിടിയിലായിട്ടുള്ള ജെയ്ഷെ ഭീകരരിൽ പലരും ഇവിടെ പരിശീലനം നേടിയവരാണ്. 2000 ആണ്ട് മുതൽ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. നാരോവാളിലെ സർജൽ ക്യാമ്പ് രാജ്യാന്തര അതിർത്തിയോട് ചേർന്ന പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ കത്വയിൽ പോലീസുകാരെ കൊന്ന ഭീകരർ ഇവിടെ പരിശീലനം നേടിയെന്നാണ് സൈന്യം വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. നാരോവാളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥലത്തു തന്നെയാണ് ഈ കേന്ദ്രവും. ഇന്ത്യൻ അതിർത്തിയോട് ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിൽ ഒന്നുമാണ് ഇത്. പാക് അധീന കശ്മീരിൽ നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് കോട്ലിയിലെ ഗുൽപൂർ ക്യാമ്പ്. ഇതാണ് ലഷ്കർ തോയ്ബയുടെ പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രമായി അറിയപ്പെടുന്നത്. 2023 പൂഞ്ച് ആക്രമണത്തിലും 2024 തീർത്ഥാടകരെ ആക്രമിച്ചതിലും ഉൾപ്പെടെ ഭീകരർ പരിശീലിച്ചത് ഇവിടെയാണ്. 90 മുതൽ ഏറ്റവും സജീവമായ ക്യാമ്പുമാണിത്. അതിർത്തിയിൽ നിന്ന് ഏറെ അകലെ അല്ല എന്നതാണ് ഈ ക്യാമ്പിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഗൊറില്ല യുദ്ധമുറകളുടെ പരിശീലന കേന്ദ്രവുമാണിത്. ബഹവൽപൂരിലെ മർക്കസ് സുബാനള്ളയാണ് മസൂദ് അസറിന്റെ ആസ്ഥാനം. ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ കേന്ദ്രവുമാണത്. രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ഈ ക്യാമ്പ് ഏറെ സുരക്ഷിതമെന്നാണ് ഭീകരർ കരുതിയിരുന്നത്. അവിടെയാണ് ഇന്ത്യ കയറി ആക്രമിച്ചത്. കാണ്ഡഹാർ വിമാന റാഞ്ചലിനു ശേഷം മോചിതനായപ്പോഴാണ് മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിക്കുന്നത്. അസറിന്റെ ജന്മസ്ഥലം കൂടിയായ ഇവിടെ തുടക്കം മുതൽ തന്നെ ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്നുമുണ്ട്.
2009 ആയപ്പോഴേക്കും 15 ഏക്കർ സ്ഥലത്തേക്ക് ഈ ക്യാമ്പസ് വികസിച്ചിരുന്നു. പാകിസ്ഥാൻ ആർമിയുടെ ഒരു റെജിമെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ നിന്നും 8 കിലോമീറ്റർ മാത്രം അകലെയാണ്. പുൽവാമ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരെ പരിശീലനം നൽകി അയച്ചതും ഈ ക്യാമ്പിൽ നിന്നാണ്. വ്യോമസേന ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റഫേൽ എത്രമാത്രം ഫലപ്രദമാണ് എന്നതിന്റെ പരീക്ഷണം കൂടിയാണ് ഇപ്പോഴത്തെ ഈ ആക്രമണത്തിൽ നടന്നത്. റഫേൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹാമർ എന്ന എയർ ടു ഗ്രൗണ്ട് വെപ്പൺ സിസ്റ്റമാണ് ആക്രമണത്തിൽ ഉപയോഗിച്ചത്. 70 കിലോമീറ്റർ അകലെ നിന്നുവരെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശേഷിയുള്ളതാണ് ഈ സംവിധാനം. സ്കാൽപ് എന്ന മിസൈലാണ് വ്യോമസേന ഉപയോഗിച്ചത്. വിമാനത്തിൽ നിന്നും അയക്കാൻ കഴിയുന്ന ക്രൂസ് മിസൈലാണിത്. രാത്രിയിലും ഏതു കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിന് 450 കിലോമീറ്റർ ആണ് റേഞ്ച്. ഒരു യുദ്ധവും മാനവരാശിക്ക് നല്ലതല്ല. പക്ഷേ യുദ്ധം ചെയ്യാൻ മാത്രമായി ഭീകരരുടെ സംവിധാനം ഉണ്ടായി വരുമ്പോൾ അത് ഇല്ലാതാക്കേണ്ടത് അനിവാര്യവുമാണ്. ആയുധത്തിലൂടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായി വരിക മാത്രമാണ് ചെയ്യുക. പക്ഷേ സമാധാനം ഉണ്ടാകാനും ആയുധം എടുക്കേണ്ടി വരുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ഇന്ത്യ ഇതുവരെ നടത്തിയിരിക്കുന്നതും സമാധാനത്തിനുള്ള ആയുധ പ്രയോഗം മാത്രമാണ്. അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ് രണ്ടു രാഷ്ട്രങ്ങളുടെയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നല്ലത്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.